ഹലോ, ഇന്ന് മിന്നൂസിൻ്റെ സ്കൂളിൽ ഓണ പ്രോഗ്രാമാണ്. പാവം എൻ്റെ മിന്നൂസിന് പനി പിടിച്ചതുകൊണ്ട് മിന്നൂസിന് എക്സാം എഴുതാൻ പോയില്ല. പാവമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഉച്ചയാകുമ്പോൾ മിന്നൂസിനെ ഒരുക്കി കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഉച്ചയായപ്പോഴത്തേനും 1 മണിയൊക്കെ ആയപ്പോഴത്തേനും മിന്നൂസിനെ പട്ടുപാവാടയൊക്കെ ഇട്ട് ഞാൻ തന്നെ കൊണ്ടുപോകട്ടെ. വയ്യ, നല്ല ക്ഷീണമാണ്. മിന്നൂസ് പാട്ടിനുണ്ട്, 2 പാട്ടിനുണ്ട്. അപ്പോൾ പിന്നെ കൊണ്ടുപോകണ്ടേ, ഇത്ര ആഗ്രഹിച്ചതല്ലേ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒരുക്കി ഓട്ടോ ഒക്കെ വിളിച്ച് മിന്നൂസിനെ ഒരുക്കി സുന്ദരി കുട്ടപ്പയൊക്കെ ഇട്ട് ഞാനങ്ങനെ നേരെ സ്കൂളിലോട്ട് പോയിട്ടോ. വണ്ടിയിലെല്ലാം ക്ഷീണിച്ചാട്ടോ കുഞ്ഞിരിക്കുന്നത്. 2 പാട്ടിനുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സങ്കടമല്ല. അങ്ങനെ സ്കൂളിൽ ചെന്ന് വേണ്ട പാട്ട് ഗ്രൂപ്പിൽ കയറി പ്രാക്ടീസൊക്കെ നടത്തി. അപ്പോൾ തന്നെ ഞാനവിടെ ഒരിടത്ത് പോയിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം നീണ്ടി പട്ടുപാവാടയൊക്കെ ഇട്ടു, ഹാഫ് സാരിയൊക്കെ എടുത്തു, ഫുൾ സാരിയൊക്കെ എടുത്തു, ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഓഡിറ്റോറിയത്തിലോട്ട് വരുമായിരുന്നു. പേരൻസ് ഇല്ലായിരുന്നു. പേരൻസും ഉണ്ടായിരുന്നു, കുറച്ച് പേരേ ഉള്ളായിരുന്നു, അതില്ലായിരുന്നു. പിന്നെ എല്ലാവരും സ്റ്റേജിലോട്ട് വരുമായിരുന്നു. ഞാൻ അപ്പോഴത്തേന് ഇടിയൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു മൂലയിലോട്ട് പോയി ഞാനും അങ്ങ് മാറി കേട്ടോ. അങ്ങനെ അവിടെ പരിചയമുള്ള ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു, ഭാര്യയൊക്കെ പറഞ്ഞത്. മിന്നൂസ് അപ്പോഴത്തേന് അങ്ങ് പ്രാക്ടീസിലായിരുന്നു. പിന്നെ മിന്നൂസിനെ കണ്ടില്ല. ഇടയ്ക്കൊന്ന് വന്നായിരുന്നു, ഇടയ്ക്കൊന്ന് വെള്ളം കുടിച്ചിട്ട് പോയായിരുന്നു കേട്ടോ. എന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് വന്നായിരുന്നു. നമ്മുടെ ഫിലിം ആർട്ടിസ്റ്റ് പത്മകുമാറായിരുന്നു വന്നിരുന്നത്. അങ്ങനെ പുള്ളിക്കാരനും അങ്ങനെ സ്റ്റേജിലോട്ട് മാവേലിയും വാമനും ടീച്ചേഴ്സും പ്രിൻസിപ്പലും എല്ലാവരോടും ചേർന്ന് സ്വീകരിച്ച് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ ഓണപ്പരിപാടി ഏകദേശം തുടങ്ങുമായിരുന്നു. ടീച്ചേഴ്സിൻ്റെ തിരുവാതിരകളി, കുട്ടികളുടെ പ്രോഗ്രാം എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഇനാഗ്രേഷൻ സമയമായി. ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല, ഞാൻ ലോങ്ങാണ് ഇരുന്നത്. അപ്പോൾ തന്നെ മിന്നൂസിൻ്റെ പാട്ടായിരുന്നു ഇത്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് മിന്നൂസിൻ്റെ പാട്ട് കഴിഞ്ഞ് തിരിച്ച് ഓട്ടോ പോകാൻ വിളിച്ചായിരുന്നു. ആ സമയം കൊണ്ട് മിന്നൂസിനോട് അത്തപ്പൂവിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. ഓക്കെ, ബൈ.